കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾക്ക് എലീഫിൽ കുറച്ച് പ്രോബ്ലംസ് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് 2 നമ്പേഴ്സ് ഇൻപുട്ട് വാങ്ങണം. അങ്ങനെ അടുത്ത നമ്പറൂടെ ഇൻപുട്ട് വാങ്ങും. 2 നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് വാങ്ങിച്ചതിന് ശേഷം അടുത്തത് കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇൻപുട്ടായിട്ട് വാങ്ങാം. ഓപ്പറേറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മളത് സ്ട്രിങ് ടൈപ്പിലാണ് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ സ്ട്രിങ് ആയിട്ട് കൊടുത്താൽ മതി. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ സിമ്പിൾസ് എല്ലാം നമ്മൾ പാസ് ചെയ്യണം. ഇനി നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് അപ്ലൈ ചെയ്യണം. ഇഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു പ്ലസ് സൈനോട് ഈക്വൽ ആണെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട? അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്കൊരു ഒരു കോഡിൽ ഒന്നിൽ കൂടുതൽ എലീഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എലീഫ് സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത്. ഒന്ന് ഈഫ് സ്റ്റേറ്റ്മെന്റ്, അതിന് ശേഷം എലീഫ് സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കുന്നത്. എൽസിൽ നമ്മൾ കണ്ടീഷൻസ് കൊടുക്കില്ല. ഓപ്പറേറ്റേഴ്സ് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിനുള്ളിൽ 9. സബ്സ്ട്രാക്ഷൻ, ഇവിടെ നമുക്ക് പെർഫോം ചെയ്യേണ്ടത് സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള 4 ഓപ്പറേഷൻസും പാസ് ചെയ്യണം. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് എലീഫ് സ്റ്റേറ്റ്മെന്റിന്റെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനായിട്ടും നമുക്ക് പറ്റും. ലാസ്റ്റ് എൽസിൽ ഈ ഓപ്പറേഷൻസ് ഒന്നും അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു, അത് ഇൻവാലിഡോ അല്ലെ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കമാൻഡ് നമുക്ക് അവിടെ പാസ് ചെയ്യാനായിട്ട് പറ്റും. ഈ കോഡ് റണ്ണ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് എൻ്റെ നമ്പർ ചോദിക്കും, 10 കൊടുത്തു, അതിനുശേഷം 2. അതിൽ ഏത് if condition അതിലേക്ക് നമ്മളൊന്നും പാസ് ചെയ്തിട്ടില്ല. പാസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൽസ് സ്റ്റേറ്റ്മെന്റ് വർക്കായത്. അപ്പം ഞാൻ അഡീഷൻ ഓപ്പറേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഞാൻ കൊടുത്തിരിക്കുന്ന 2 നമ്പേഴ്സ് സമ്മ് ചെയ്ത് നമുക്ക് അതിനുള്ള റിസൾട്ട് അവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി റിസൾട്ടിന് കുറച്ചുകൂടി മോഡിഫിക്കേഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് സം ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം സബ്സ്ട്രാക്ഷൻ ഈക്വൽ ടു, ഇത് കുറച്ചുകൂടെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കിട്ടും.
അടുത്ത മൾട്ടിപ്ലിക്കേഷനായി അടുത്ത ഡിവിഷൻ. നമുക്ക് ഇങ്ങനെയും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി നീറ്റായിട്ട് നമ്മുടെ കോഡിനെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണെന്നുള്ളത് ഈസി ആയിട്ട് ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്തതെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കും. ഇപ്പൊ കണ്ടില്ലേ, സം ഈക്വൽ ടു 15 വരെ നമുക്ക് വന്നു. അടുത്തത് നമുക്ക് ഒരു ക്വസ്റ്റ്യനൂടെ ചെയ്ത് നോക്കാം. ഇത് ലാറ്ററായിട്ട്. ഇപ്പം ഞാൻ ഇൻപുട്ടായിട്ട് വാല്യൂ വാങ്ങി, ആ എൻട്രി ചെയ്തേക്കുന്ന വാല്യൂ ലെസ് ദാൻ 9 ആണെങ്കിൽ എനിക്ക് 1 ഡിജിറ്റ് എന്നും, ലെസ് ദാൻ 99 ആണെങ്കിൽ 2 ഡിജിറ്റ് എന്നും, ലെസ് ദാൻ 999 ആണെങ്കിൽ 3 ഡിജിറ്റ് എന്നും. അതിന് മുകളിലേക്കാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻവാലിഡോ ഇൻകറക്റ്റ് എന്നോ പ്രിന്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു ഇൻപുട്ട് വാങ്ങണം. നമ്പറായി ഇൻപുട്ട് വാങ്ങുന്നതുകൊണ്ട് നമ്മൾ ഇൻറ്റിജറിനെ ഫസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഇൻപുട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. നമ്മുടെ കണ്ടീഷൻ എന്താ? ലെസ് ദാൻ 9 ആണെങ്കിൽ 1 ഡിജിറ്റ് എന്ന് എനിക്ക് പ്രിന്റ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു 9 ആണെങ്കിൽ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? 1 ഡിജിറ്റ് എന്ന് പ്രിന്റ് ചെയ്യണം. സ്ട്രിങ് ആയതുകൊണ്ട് അത് ഡബിൾ കോട്ട്സിനുള്ളിൽ വേണം കൊടുക്കാനായിട്ട്. അടുത്ത കണ്ടീഷൻ എന്താ? 99 കഴിഞ്ഞും ചെറുതാണ്. ഇപ്പം 99 വരെയാണ് നമ്മൾ 2 ഡിജിറ്റ്, 10 മുതൽ 99 വരെയാണ് നമ്മൾ 2 ഡിജിറ്റിനെ കണക്കാക്കുന്നത്. അപ്പം എന്ത് വരുന്നു? എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 99 ആണെങ്കിൽ പ്രിന്റ് 2 ഡിജിറ്റ് നമ്പറിനൂടെ കൊടുത്തേക്കാം. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്ന, ഞാൻ ഇൻപുട്ട് വാങ്ങിയ വാല്യൂവിനെ തന്നെയാണ് ഞാൻ ഈ വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. 999 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അതിനെ നമുക്ക് എന്താ വിളിക്കാം? 3 ഡിജിറ്റ് നമ്പർ. അതൊരു 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയാം. ഇനി ഇതൊന്നും അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു വാല്യൂ എൻ്റർ ചെയ്യുവാണെങ്കിൽ 4 ഡിജിറ്റോ 5 ഡിജിറ്റോ ഏതൊരു വാല്യൂ ആണെങ്കിലും ആ വാല്യൂവിന് എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? ഡിനൈഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് അവിടെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ 10 എന്ന് പറഞ്ഞൊരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്തു. എനിക്ക് അതിൻ്റെ താഴെ എൻ്റെ റിസൾട്ട് ആയിട്ട് എന്ത് വന്നു? 2 ഡിജിറ്റ് വാല്യൂ എന്ന് വന്നു. അങ്ങനെ 3 ഡിജിറ്റ് ആണെങ്കിലും 4 ഡിജിറ്റ് ആണ്. ഇപ്പം നമുക്കൊന്ന് നോക്കാം. ഫോർ ഡിജിറ്റ് ആണെങ്കിൽ അല്ലെ 5 ഡിജിറ്റ് ആണെങ്കിൽ ആക്സസ് ഡിനൈഡ് എന്ന് പറഞ്ഞൊരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡിക്ഷണറിയുടെ ഒരു പ്രോബ്ലം ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു ഫയൽ എടുത്തു. ഫസ്റ്റ് അതിൽ ഡിക്ഷണറി എന്ന് പറയുന്നത് നമ്മൾ കീ വാല്യൂ പെയർസ് ആണ് അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന കേർലി ബ്രാക്കറ്റ്സിനുള്ളിലായിരിക്കും എൻക്ലോസ് ചെയ്തിരിക്കുക. അപ്പം നമുക്ക് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് കീസ് അലൗഡ് അല്ല, അതുപോലെ തന്നെ ഇത് അൺഓർഡേർഡ് ആയിരിക്കും.
അപ്പോൾ കീനെയും വാല്യൂസിനെ വെച്ചായിരിക്കും നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ കീ എന്ന് പറയുന്നത് ജാൻ, മന്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്ട്രിങ് ആയതുകൊണ്ട് ഞാൻ അതിന് ഡബിൾ കോട്ട്സ് കൊടുത്തിരിക്കും. ഞാൻ അതിനകത്ത് എത്ര ദിവസം ഉണ്ടെന്നുള്ളത് ഞാനിവിടെ വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫെബ് കോളൻ 28 ഡബിൾ കോട്ട്സ് പോലെ മാർച്ച് 31st days, comma May അങ്ങനെ നമുക്ക് ഫുള്ളി ടോൾ മന്തും എൻ്റർ ചെയ്യാം. ഞാൻ തൽക്കാലം ഇത്രേ വരെ കൊടുക്കുന്നുള്ളൂ. ഇനി ഞാനൊരു വാല്യൂവിന് ഇൻപുട്ട് വാങ്ങുക. enter the name of month. ഞാൻ കണ്ടീഷൻ കൊടുക്കുകയാണ്. അപ്പം ഞാൻ എൻ്റർ ചെയ്യുന്ന മന്ത് ഞാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഈ ഇന്ന് ഒക്കെ വരുന്ന ഏതോ ഓപ്പറേറ്ററാ, മെമ്പർഷിപ്പ് ഓപ്പറേറ്ററില ഇന്നൊക്കെ വരുന്നത്. ഐഡന്റിറ്റി ഓപ്പറേറ്ററിലാണ് ഈസി ഈസ് നോട്ടൊക്കെ വരുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്ന വാല്യൂ, ഇപ്പം ഞാൻ ഏത് മന്താണോ എൻ്റർ ചെയ്യുന്ന ആ മന്ത് കൊടുത്തിരിക്കുന്ന ഈ ഡിക്ഷണറിക്കകത്ത് ഉണ്ടെങ്കിൽ ആ ഡിക്ഷണറിയുടെ വാല്യൂ എനിക്ക് പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻകറക്റ്റ് മന്ത് എന്ന് പറഞ്ഞ് എനിക്ക് പ്രിന്റ് ചെയ്യണം. എൻ്റർ മന്ത് എന്ന് വെച്ചു. ഞാൻ ജാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ ജാൻ്റെ ഓപ്പോസിറ്റ് ഉള്ള അതിന് ഏത് വാല്യൂ ആണ് കൊടുത്തേക്കുന്നത് ആ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യും. ഇൻ കേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇല്ലാത്തൊരു മന്ത് കൊടുക്കുകയാണെങ്കിൽ ഡിസംബർ എന്ന് പറഞ്ഞു കൊടുത്തു. അതിന് നമുക്ക് ഇൻകറക്റ്റ് മന്ത് എന്ന് പറഞ്ഞൊരു മെസ്സേജ് പോപ്പപ്പ് ആയി. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ലൂപ്പിങ്ങിൽ നമുക്ക് 3 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, നെസ്റ്റഡ് ഫോർ ലൂപ്പ്. ഇതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പം എനിക്കൊരു നമ്പേഴ്സ് 1 to 5 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പ്രിന്റ് പോയിട്ട് 1, അതിനുശേഷം പ്രിന്റ് 2, അങ്ങനെ പ്രിന്റ് 5 വരെ ആയിരിക്കും നമ്മൾ പ്രിന്റ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ ഇപ്പോൾ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ല, ജസ്റ്റ് നമുക്ക് പ്രിന്റ് വെച്ചിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് പോകാം. ഇതുപോലെ തന്നെ 1000ഉം 1,00,000 ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ സമയം കുറേ പോകും, നമ്മുടെ മെമ്മറി സ്പേസ് കൂടുതൽ എടുക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യകത വരുന്നത്. അപ്പൊ ആദ്യത്തേത് ഫോർ ലൂപ്പ്.
വാല്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഐട്രേറ്റ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എൻ്റെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, ബാസ്ക്കറ്റിൽ ഒരു 10 ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 10 ബോള് എനിക്ക് ഈ ബോള് ഇപ്പുറത്തെ ഈ ഒരു കോർട്ടി കൊണ്ട് ഇടണം. പക്ഷെ ഒരു ടൈമിൽ ഒരു ബോൾ മാത്രമായിരിക്കും എന്നെ കൊണ്ട് എടുത്തോണ്ട് പോകാൻ പറ്റുക. അപ്പം 1 ബോൾ അറ്റ് എ ടൈം. അപ്പോൾ ഫസ്റ്റ് ഒരു റൗണ്ടിൽ ഒരു ബോൾ കൊണ്ട് ഇവിടെ വെച്ചു, ഇവിടുന്ന് ഒരു ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ബോൾ എടുത്തുകൊണ്ട് പോയി ഇവിടെ കൊണ്ട് വെച്ചു. അതിനുശേഷം തിരിച്ച് ബാസ്ക്കറ്റിൽ വന്നിട്ട് പിന്നെ അടുത്ത ബോൾ എടുത്ത് അങ്ങനെ പോകുന്നു. അതിനെയാണ് ഐട്രേഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൂപ്പ് പോലെ ഈ പ്രോസസ്സിങ്ങിനെ എൻ്റെ കയ്യിലുള്ള ഈ ബാസ്ക്കറ്റിലുള്ള ബോൾസ് എപ്പോൾ എംറ്റി ആകുന്നു, അല്ലെങ്കിൽ ഈ ബാസ്ക്കറ്റ് എപ്പോൾ എംറ്റി ആകുന്നു അതുവരെ ഈ പ്രോസസ്സിങ്ങിനെ റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നോക്കാം. സിൻടാക്സ് എന്ന് പറയുന്നത് ഫോർ ഐ ഇൻ റേഞ്ച് നമുക്കിവിടെ റേഞ്ച് പാസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇവിടെ നമ്മുടെ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റോ വേറെ ഏതെങ്കിലും കോഡോ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഐ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വേരിയബിളാണ്. ഐ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വേരിയബിളിനെയാണ്. ഇതെന്ന് പറയുന്നത് റേഞ്ച് ഓഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ഏതെങ്കിലും ഒരു വേർഡ് കഴിഞ്ഞിട്ട് ഓപ്പൺ പാരാന്തസിസ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ പൊതുവെ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം റേഞ്ച് ഫംഗ്ഷൻ ആണ്. ഈ റേഞ്ച് ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ 3 കണ്ടീഷൻസാണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തേത് സ്റ്റാർട്ട് പോയിന്റ്, എവിടെ നിന്ന് തുടങ്ങണം. അതിനുശേഷം സ്റ്റോപ്പിംഗ് പോയിന്റ്, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ് സ്റ്റെപ്പ്. പൊതുവെ നമ്മൾ സ്റ്റെപ്പ് കൊടുക്കാറില്ല, നമ്മൾ പ്രോഗ്രാം റിക്വയർമെന്റിനനുസരിച്ചാണ് നമ്മൾ സ്റ്റെപ്പ് കൊടുക്കാറ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പം എനിക്കിപ്പം 0 മുതൽ 5 വരെയുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? 0. എൻഡിങ് പോയിന്റ് എത്രയാ? 5. പക്ഷെ 5 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 മുതൽ 5 നമ്പേഴ്സ് വരും, പക്ഷെ 5 ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. എന്നാന്ന് വെച്ചാൽ 0, 1, 2, 3, 4 ഇത്രയും നമ്പേഴ്സ് വരെ നമുക്ക് പ്രിന്റ് ആകത്തുള്ളൂ. 0 മുതൽ 5 വരെ എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് 0 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും 5 എന്ന് പറയുന്നത് നമ്മുടെ എൻഡിങ് പോയിന്റ് അഥവാ സ്റ്റോപ്പിംഗ് പോയിന്റ് ആണ്. ഇതിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഒരു വാല്യൂ ആഡ് ചെയ്താ നമുക്ക് വാല്യൂസ് പ്രിന്റ് ആകുന്നത്. ഇനി സ്കിപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ 2 വാല്യൂസ് സ്കിപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ 0 കഴിയുമ്പോഴത്തേക്ക് 2 ആയിരിക്കും. 2 കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിംഗ് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് സ്റ്റെപ്പ് മാറ്റി മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഫോർ ലൂപ്പ് എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാം. ഫോർ ഐ ഇൻ റേഞ്ചിൽ നമുക്കിപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് 0,5 വരെ നമ്മൾ മുമ്പേ ചെയ്തേക്കുന്നത് 5 വരെ കൊടുക്കുക. സ്റ്റെപ്പ് കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രിന്റില് ഐ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ റേഞ്ച് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ഈ ഐയിലേക്ക് സ്റ്റോർ ആവുന്നു. ഇതിൽ എന്തൊക്കെ വാല്യൂസ് ഉണ്ടോ അതിലേക്ക് സ്റ്റോർ ആവുന്നു. ആ ഐനെ ഞാൻ പ്രിന്റ് ചെയ്യുക ചെയ്യാന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ 5 വാല്യൂസ് നമുക്ക് ഇവിടെ പ്രിന്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ സ്റ്റോപ്പിംഗ് പോയിന്റ് ഇവിടെ 5 ആ കൊടുത്തിരുന്നത്. പക്ഷെ നമുക്ക് പ്രിന്റിംഗിൽ വന്നപ്പോഴത്തേക്ക്, ഔട്ട്പുട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത് എനിക്ക് 0 മുതൽ 5 വരെയുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യണമെന്നാണ്. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് വന്നത് 0 മുതൽ 4 വരെയുള്ള വാല്യൂസാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് അതെന്താ അങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് 5 വാല്യൂസേ പ്രിന്റ് ആയിട്ടുള്ളൂ. അപ്പൊ 0 മുതൽ 5 വരെ 5 വാല്യൂസ്, 0, 1, 2, 3, 4 വരെ 5 വാല്യൂസ് ആകും. നമ്മൾ സ്റ്റോപ്പിങ്ങിൽ ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത്, സ്റ്റോപ്പ് വാല്യൂ ആയിട്ട് ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത്, ആ വാല്യൂവിന്റെ തൊട്ട് മുമ്പത്തെ വാല്യൂസ് വരെയായിരിക്കും നമുക്കിവിടെ പ്രിന്റ് ആകുന്നത്. ഇനി നമ്മൾ സ്റ്റെപ്പിങ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് 2 എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര വാല്യൂസ് പ്രിന്റ് ആകും? 0, 2, 4 2 വീതം, സ്റ്റെപ്പ് 2 ആണ് കൊടുത്തിരിക്കുന്നത്. ആ 2 വാല്യൂ വീതം സ്കിപ്പ് ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ 5ന് പകരം 11 കൊടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് 0, 4, അതായത്
ഈവൻ നമ്പേഴ്സ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 0, 2, 4, 6, 8, 10 ഈവൻ നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ 0ക്ക് ഒരു 1 ആയിരുന്നെങ്കിലോ? 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് കിട്ടുന്നു. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് കിട്ടുന്നു. ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള 1, 3, 5, 7, 9 2 നമ്പേഴ്സ് വീതം സ്കിപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നു. ഇനി ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും കിട്ടാനായിട്ട് നമുക്ക് വേറൊരു ടെക്നിക്ക് കൂടെ ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ റേഞ്ചിൽ, അതായത് ഫോർ ലൂപ്പിന്റെ അകത്ത് റേഞ്ച് ഫംഗ്ഷന്റെ അകത്ത് 25 എന്ന വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഞാൻ സ്റ്റോപ്പിംഗ് പോയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ സ്റ്റെപ്പും കൊടുത്തിട്ടില്ല. നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? സ്റ്റോപ്പിംഗ് പോയിന്റ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. 25 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോപ്പിംഗ് വാല്യൂ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ സ്റ്റോപ്പിംഗ് വാല്യൂ മാത്രമായിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡീഫോൾട്ട് ആയിട്ട് 0യിൽ നിന്ന് അതിന്റെ വാല്യൂ സ്റ്റാർട്ട് ആകും. അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഡീഫോൾട്ട് ആയിട്ട് 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ആകുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് സ്റ്റാർട്ടിംഗ് വാല്യൂ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ സ്റ്റോപ്പിംഗ് വാല്യൂസ് മാത്രമേ കൊടുത്തിരിക്കുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് വാല്യൂ ഡീഫോൾട്ട് ആയിട്ട് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഞാൻ ഈഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടീഷണൽസിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈഫ് കണ്ടീഷൻ്റെ അകത്ത് I mod 2 equal to 0 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ വാല്യൂസ്, റേഞ്ചിലുള്ള വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഐയിലാണ്. ആ ഐനെ ഞാൻ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഐയിലുള്ള ഓരോ വാല്യൂസും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ, മോഡുലസ് എന്ന് പറയുന്നത് റിമൈൻഡർ ആണെന്ന് ഞാൻ അതിന് നമ്മൾ ഓപ്പറേറ്റേഴ്സിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റിമൈൻഡർ എടുത്തിട്ട് അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഈവൻ എന്ന് പ്രിന്റ് ചെയ്യണം. എവിടെയെല്ലാം ഈവൻ നമ്പേഴ്സ്, അതായത് ഐയുടെ വാല്യൂവിനെ എപ്പോഴെല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ മോഡുലസ് 0 ആകുന്നു അവിടെയെല്ലാം എനിക്ക് ഈവൻ എന്ന് വരണം. അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, അല്ലാത്ത വാല്യൂവില് നമുക്ക് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടില് ഫസ്റ്റ് 0 എന്ന് പറയുന്ന ഈവൻ ആണ്, അതിനുശേഷം 1 പ്രിന്റ് ചെയ്തു, അതിനുശേഷം 2 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് ഈവൻ എന്ന് പ്രിന്റ് ചെയ്തു, അടുത്ത ശേഷം 3. അങ്ങനെ നമുക്ക് റെസ്റ്റ് ഓഫ് ദ നമ്പേഴ്സ് 24 വരെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 25 ആണ്. ഞാൻ സ്റ്റോപ്പിംഗ് വാല്യൂ ഏതാണോ കൊടുത്തിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പത്തെ വാല്യൂസ് വരെ ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുക. ഞാൻ അടുത്തൊരു പ്രോബ്ലോടെ നോക്കാം. ഇപ്പം 1500-നും 2700-നുള്ള നമ്പേഴ്സ്, ഈ നമ്പേഴ്സ് എല്ലാം 5 കൊണ്ടും 7 കൊണ്ടും മാത്രം ഡിവിസിബിൾ ആകുന്ന ഇതിൽ, അതായത് 1500 മുതൽ 2700 വരെയുള്ള റേഞ്ചിൽ 5 കൊണ്ടും 7 കൊണ്ടും മാത്രം ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിനെ എനിക്ക് പ്രിന്റ് ചെയ്യണം. അതിപ്പോൾ എങ്ങനെ ചെയ്യുക? നമ്മൾ ഫസ്റ്റ് ഫോർ ലൂപ്പിൽ for I in range
ഈ ഐ അല്ലാതെ വേറെ ഏതെങ്കിലും വേരിയബിൾ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ കോമൺലി പ്രോഗ്രാമിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ആണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേറെ ഏതെങ്കിലും വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് എൻ്റെ സ്റ്റാറ്റിക് റേഞ്ച് കൊടുത്തിട്ടുണ്ട് 1500 എന്ന് പറയുന്നത്. മുതൽ എവിടെ വരിക? 2700 വരെയാണ് റേഞ്ച്. ആ റേഞ്ച് ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. ഇനി അതിൽ എൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ഐ എന്ന് പറയുന്നത്, അതിലിപ്പോൾ 2 റേഞ്ചിലുള്ള വാല്യൂസ് ഉണ്ട്. ഐട്രേറ്റ് ചെയ്ത് ഓരോരോ വാല്യൂസ്, അതായത് അറ്റ് എ ടൈമിൽ ഒരു വാല്യൂവിനെ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓരോരോ വാല്യൂസ് ആ റേഞ്ചിലുള്ള വാല്യൂസ് എല്ലാം എപ്പോൾ എം ടി ആവുന്നു അതുവരെ ഈ ഐട്രേറ്റ് ചെയ്ത് ഈ ലൂപ്പ് ഇങ്ങനെ റൺ ആയിക്കൊണ്ടേ ഇരിക്കും. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഈ ഐനെ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മോഡുലസ് എടുത്തിട്ട്. അത് ഈക്വൽ ടു 0 ആണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്ററിൽ ആൻഡ് ഫംഗ്ഷൻ എടുത്തിട്ട് ഐ മോഡ്, അതായത് 5 കൊണ്ട് മാത്രമല്ല, 5 കൊണ്ടും ശരി 7 കൊണ്ടും 2 കൊണ്ടും. ആൻഡ് എന്ന് പറയുന്നത് ലോജിക്കൽ ഓപ്പറേറ്ററിൽ ആൻഡ് എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്ന എത്ര കണ്ടീഷൻ ഉണ്ടോ അത്രയും കണ്ടീഷനും കറക്റ്റ് ആയാൽ മാത്രമേ അത് സാറ്റിസ്ഫൈ ആയിട്ടുള്ളൂ. ട്രൂ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അതുകൊണ്ട് 5 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് 5 കൊണ്ടും ഡിവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ 7 കൊണ്ടും ആ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ 0 കിട്ടണം. അങ്ങനെ 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസിനെല്ലാം എനിക്ക് പ്രിന്റ് ചെയ്യണം. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. ആ പ്രിന്റ് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും 5 കൊണ്ടും ശരി 7 കൊണ്ടും 2 വാല്യൂസ് കൊണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നോക്കിയേ, 1500 not 5, 1540, 1575, 1610, 1645, 1680, 1715, അങ്ങനെ നമുക്ക് 2695 വരെ വാല്യൂസ്. ഈ നമ്പേഴ്സ് ഒക്കെ എന്താ? 5 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സ്. ഇത് ഒരു ലിസ്റ്റിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് പാസ് ചെയ്യാം. ഞാൻ കുറച്ച് ഫ്രൂട്ട്സിന്റെ പേര് എടുക്കാം. ഞാൻ ഇനി ഒരു ഇൻപുട്ട് വാങ്ങാം. സ്ട്രിങ് ആയതുകൊണ്ട് ഇൻപുട്ടിന് മാത്രം നമ്മൾ കൊടുക്കാനായിട്ട് മതി. ഇൻപുട്ട് പ്രോംപ്റ്റ് for I in range, for I in range അല്ല a എന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റർ ചെയ്യുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂവിന് വേണം എനിക്ക് പ്രിന്റ് ചെയ്യാനായിട്ട്. അതിനാ റേഞ്ച് ഫംഗ്ഷൻ കൊടുക്കാതിരുന്നത്. മാംഗോ എന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അല്ല, ഓരോ ലെറ്റേഴ്സും, അത് ഞാൻ പറഞ്ഞൊരു ബാസ്ക്കറ്റ് പോലെ ഉണ്ടെന്നു. ബാസ്ക്കറ്റിനുള്ളിൽ മാംഗോ എന്ന് പറഞ്ഞാൽ ലെറ്റർ ഫുൾ ഉണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു ടൈമിൽ ഒരു ലെറ്റർ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, എമ്മിനെ കൊണ്ടുവരുന്നു, അടുത്തത് ANGO, അല്ല അങ്ങനെ ഓരോരോ ലെറ്റേഴ്സിനെ കൊണ്ടുവന്ന് ഓരോ ലെറ്റേഴ്സ് ബൈ ലെറ്റേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്യണം. അടുത്തത് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഇന്റർവ്യൂസിന് വരുമ്പോഴത്തേക്ക് ബേസിക് ലെവലിൽ ചോദിക്കുന്നത്. സം ഓഫ്, ആണെങ്കിൽ നമുക്ക് കമന്റ് ചെയ്ത് ക്വസ്റ്റ്യനോട് എഴുതി വെക്കാം. സം ഓഫ് n
നാച്ചുറൽ നമ്പേഴ്സോ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സോ ഞാൻ ഫസ്റ്റ് ഇൻപുട്ട് വാങ്ങാം. നമ്പേഴ്സ് ആയതുകൊണ്ട് ഇൻഡിജറിന് ഫസ്റ്റ് കൊടുത്തു. അതിനുശേഷം ഇൻപുട്ട് enter the number. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യണം. സം എന്ന് പറയുന്നത് 0 ആണ്, ഞാൻ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. അതിനുശേഷം റേഞ്ച് ഫംഗ്ഷൻ കൊടുക്കാണ്. ഫോർ I in range. റേഞ്ച് എന്താ കൊടുക്കുക? 1, a plus 1. 1 മുതൽ എയുടെ എ എത്രയാണോ എൻ്റർ ചെയ്യുന്ന ആ വാല്യൂൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്ത് വരെ കൊടുത്തേക്കുക പ്രിന്റിൽ. അതിനുശേഷം സം ഈക്വൽ ടു, സമ്മിൽ ഇനിഷ്യലി ഞാൻ 0 എന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലസ് സമ്മിൻ്റെ കൂടെ 0 പ്ലസ് ഐയുടെ വാല്യൂയും കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് എനിക്ക് ആഡായി വരണം. പ്രിന്റ് സമ്മിനെ പ്രിന്റ് ചെയ്യാം. എന്തിനാ സമ്മിനെ പ്രിന്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്ത് സമ്മിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ സം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വരത്തുള്ളൂ. സം എന്ന് മാത്രം അവിടെ കൊടുക്കണമെന്നില്ല, അവിടെ ഏത് വേണമെന്ന് കൊടുക്കും. കൺവീനിയൻറ്റിന് വേണ്ടി സം എന്ന് പറഞ്ഞു കൊടുക്കാം. 5 എന്ന് പറഞ്ഞു കൊടുത്തു. ആദ്യം ഫസ്റ്റ് വാല്യൂ വന്നു സമ്മ പ്ലസ് ഐ എന്ന് പറയുമ്പോൾ 0 പ്ലസ് ഐ. 0 പ്ലസ് ഐ എന്ന് പറയുമ്പോഴത്തേക്ക് ഐയിലെത്തുള്ള 1 ഉള്ളത്. അപ്പം 0 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1 ആയി. അതിനുശേഷം ആ 1നെ പ്രിന്റ് ചെയ്തു. പിന്നെയും ലൂപ്പ് റണ്ണ് ചെയ്യും. ഞാൻ എ പ്ലസ് 1 എന്ന് എന്താ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 5ന്റെ കൂടെ ഒരു നമ്പറോട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ലാസ്റ്റ് കൊടുക്കുന്ന സ്റ്റോപ്പിംഗ് നമ്പറിന്റെ തൊട്ട് മുമ്പത്തെ നമ്പേഴ്സ് വരെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഫസ്റ്റ് 1ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 3, 3യുടെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 6, 6ന്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോൾ 10, 10ന്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോഴത്തേക്ക് 15. ഇപ്പൊ നമുക്ക് വേറെ ഹ്യൂജ് നമ്പറിനെ കാണണമെങ്കിൽ ഈ റിപ്പീറ്റ് ആയിട്ട് വരണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ അലൈൻമെന്റ് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. കൊടുത്ത് അതിന്റെ വാല്യൂ മാത്രമായിട്ട് കിട്ടും. റൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 100 ഞാൻ കൊടുക്കുന്നെങ്കിൽ 100ന്റെ സം ഓരോരോ വാല്യൂസ് ആഡ് ചെയ്ത് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 5050 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നത്.